ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യപാദം പൂർത്തിയാക്കി ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. കേന്ദ്ര ബജറ്റിന്മേലുള്ള ചർച്ചയ്ക്ക് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് രാജ്യസഭയിൽ മറുപടി നൽകി. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നടപടികൾ വേഗത്തിലാക്കി നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. അടുത്ത മാസം 3-ന് സഭ വീണ്ടും സമ്മേളിക്കും. സംസ്ഥാനത്ത് റോഡ് അപകടങ്ങൾ മൂലമുണ്ടാകുന്ന മരണനിരക്ക് കുറഞ്ഞതായി ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. സംസ്ഥാനത്ത് ഇന്നും നാളെയും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. 38ാമത് ദേശീയ ഗെയിംസിന് നാളെ സമാപനം. ISL ഫുട്ബോളിൽ ഇന്ന് ജംഷഡ്പൂർ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ദ്വിരാഷ്ട്ര സന്ദർശനത്തിന്റെ 2ാം പാദത്തിൽ അമേരിക്കയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹവുമായും അദ്ദേഹം സംവദിക്കും. ഫ്രാൻസ് സന്ദർശനം പൂർത്തിയാക്കിയാണ് ശ്രീ മോദി അമേരിക്കയിലെത്തിയത്. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യപാദം പൂർത്തിയാക്കി ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. അടുത്ത മാസം 10-ന് സഭ വീണ്ടും ചേരും. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ രാഷ്ട്രപതി നടത്തിയ പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചയിൽ 177 അംഗങ്ങളും 2025-26 പൊതു ബജറ്റിനെക്കുറിച്ചുള്ള ചർച്ചയിൽ 170 അംഗങ്ങളും പങ്കെടുത്തതായി സ്പീക്കർ ഓം ബിർള അറിയിച്ചു. അതേസമയം കേന്ദ്ര ബജറ്റിന്മേലുള്ള ചർച്ചയ്ക്ക് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് രാജ്യസഭയിൽ മറുപടി നൽകി. പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കിടയിൽ വഖഫ് ഭേദഗതി ബിൽ 2024 സംബന്ധിച്ച സംയുക്ത സമിതി റിപ്പോർട്ട് ഇന്ന് പാർലമെന്റിന്റെ മേശപ്പുറത്ത് വെച്ചു. റിപ്പോർട്ടിൽ പ്രതിപക്ഷ അംഗങ്ങൾക്ക് വിയോജന കുറിപ്പുകൾ ചേർക്കാൻ സ്പീക്കർ അനുമതി നൽകിയാൽ എതിർക്കില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. എന്നാൽ റിപ്പോർട്ടിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ അംഗങ്ങൾ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. പ്രതിപക്ഷ അംഗങ്ങൾ നൽകിയ വിയോജന കുറിപ്പുകൾ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്ന് രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ ആരോപിച്ചു. ബിൽ രാജ്യസഭ രാവിലെ അംഗീകരിച്ചിരുന്നു. ആദായ നികുതി ബിൽ 2025 ധനമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ആദായ നികുതിയുമായി ബന്ധപ്പെട്ട നിയമം ഏകീകരിക്കാനും ഭേദഗതി ചെയ്യാനും ലക്ഷ്യമിടുന്നതാണ് ബിൽ. സാധാരണക്കാർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിൽ പുതിയ ആദായ നികുതി നിയമം ലളിതമാക്കിയതായി ബിൽ അവതരിപ്പിച്ചുകൊണ്ട് കേന്ദ്ര ധനമന്ത്രി പറഞ്ഞു. There are 819 sections. From that 819, we are bringing down to 536. 4,000 amendments have been made from 1961, and all those are being reduced now. Substantial changes are being made. Number of words have come down by half. Sections have come down. Chapters have come down. സൂക്ഷ്മ പരിശോധനയ്ക്കായി ബിൽ പാർലമെന്റ് സെലക്ട് കമ്മിറ്റിക്ക് അയക്കണമെന്നും അടുത്ത സമ്മേളനത്തിൽ തന്നെ സമിതി റിപ്പോർട്ട് നൽകണമെന്നും ധനമന്ത്രി നിർദ്ദേശിച്ചു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നടപടികൾ വേഗത്തിലാക്കിയ നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. അടുത്ത മാസം 3-ന് സഭ വീണ്ടും സമ്മേളിക്കും. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് 2024-25 സാമ്പത്തിക വർഷത്തിൽ അനുവദിച്ച പദ്ധതികൾ വെട്ടിക്കുറച്ച സാഹചര്യം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യുന്നതിന് സ്പീക്കർ അനുമതി നിഷേധിച്ചിരുന്നു. തുടർന്ന് പ്രതിപക്ഷ നേതാവ് നടത്തിയ വാക്കൌട്ട് പ്രസംഗം സ്പീക്കർ തടസ്സപ്പെടുത്തിയെന്നാരോപിച്ച പ്രതിപക്ഷം മുദ്രാവാക്യം വിളിച്ച് സഭയുടെ നടുത്തളത്തിലിറങ്ങുകയായിരുന്നു. ഇതോടെയാണ് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞത്. AP അനിൽകുമാറാണ് ഉപക്ഷേപത്തിന് നോട്ടീസ് നൽകിയത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കുള്ള പദ്ധതി വിഹിതം വെട്ടിച്ചുരുക്കിയത് ക്ഷേമ പദ്ധതികളെ ഗൌരവമായി ബാധിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. എന്നാൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന്റെ പദ്ധതികൾ കാര്യക്ഷമമായാണ് സർക്കാർ നടത്തുന്നതെന്ന് മന്ത്രി OR കേളു മറുപടി നൽകി. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള തുക വെട്ടിക്കുറച്ചിട്ടില്ലെന്ന് മന്ത്രി KN ബാലഗോപാലും സഭയെ അറിയിച്ചു. സംസ്ഥാനത്ത് റോഡ് അപകടങ്ങളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും മരണനിരക്ക് കുറഞ്ഞിട്ടുണ്ടെന്ന് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. റോഡ് അപകടങ്ങൾക്കുള്ള പ്രധാന കാരണം വാഹനമോടിക്കുന്നവരുടെ അശ്രദ്ധയും നിലവാരമില്ലാത്ത ഡ്രൈവിംഗുമാണ്. റോഡുകളുടെ വീതി വർദ്ധിപ്പിക്കാത്തതും അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ടെന്നും ശ്രീ ഗണേഷ് കുമാർ വ്യക്തമാക്കി. പിന്നെ ഇപ്പോൾ ഈ വർഷം 3746 മരണം കുറഞ്ഞു വന്നൊരു ഭാഗ്യമുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ അപകടങ്ങൾ വല്ലാതെ വർദ്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷം അപകടം കൂടുതലാണ്. അതിൽ പ്രധാനമായി കണ്ടുവരുന്നത് വാഹനം ഓടിക്കുന്നവരുടെ ഒരു നിലവാരമില്ലാത്ത ഡ്രൈവിങ്ങും അശ്രദ്ധയും. മോട്ടോർ സൈക്കിളുകളാണ് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കുന്നതും കൂടുതൽ മരണം സൃഷ്ടിക്കുന്നത്. അത് ഓടിക്കുന്നതിനുള്ള അശ്രദ്ധ നിറഞ്ഞ ഒരു നടപടി അതിനൊരു കാരണമാണ്.
UGC കരട് മാർഗനിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ട് ഈ മാസം 20-ന് ദേശീയ വിദ്യാഭ്യാസ കൺവെൻഷൻ സംഘടിപ്പിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. കേരളത്തിൽ ജനപ്രതിനിധികളും അധ്യാപകരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ പങ്കെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ മറുപടി നൽകുകയായിരുന്നു ശ്രീമതി ബിന്ദു. ശാസ്ത്രജ്ഞരുടെ സംഗമമായ സയന്റിസ്റ്റ് കോൺക്ലേവ് കോഴിക്കോട് ജലവിഭവ വികസന കേന്ദ്രത്തിൽ മറ്റന്നാൾ നടക്കും. കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൌൺസിലിന്റെയും അനുബന്ധ ഗവേഷണ സ്ഥാപനങ്ങളിലെയും ശാസ്ത്രജ്ഞരുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ സംവദിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. തൃശൂർ DIG ഓഫീസിലേക്ക് KSU നടത്തിയ മാർച്ചിൽ സംഘർഷം. തൃശൂർ മാളയിൽ നടന്ന D-സോൺ കലോത്സവത്തിനിടെ ഉണ്ടായ സംഘർഷത്തിൽ പോലീസ് ഏകപക്ഷീയമായി നടപടിയെടുക്കുന്നുവെന്നാരോപിച്ചായിരുന്നു മാർച്ച്. പോലീസ് ലാത്തിചാർജിൽ KSU സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റു. തലശ്ശേരി തുറമുഖ വികസനത്തിനായി കയ്യേറ്റ ഭൂമി ഒഴിപ്പിക്കുന്നതിനുള്ള സർവേ ഈ മാസം 20-ന് ആരംഭിക്കും. നിയമസഭാ സ്പീക്കർ AN ഷംസീറിന്റെ അധ്യക്ഷതയിൽ സ്പീക്കറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. ഒഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് അനധികൃത കയ്യേറ്റക്കാർക്ക് നോട്ടീസ് നൽകും. അനധികൃതമായി കയ്യേറിയ കെട്ടിടങ്ങൾ ഒഴിപ്പിക്കാനും നടപടി സ്വീകരിക്കും. മത്സ്യ മാർക്കറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സർവേ ചെയ്യാത്ത ഭൂമിക്ക് പെർമിസീവ് സാങ്ഷൻ നൽകുന്നതിന് ഫിഷറീസ് വകുപ്പ് സെക്രട്ടറിയുടെ കത്തിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കലക്ടർ അനുമതി നൽകും. ന്യൂമാഹി മുതൽ മണക്കാമുക്ക് വരെയുള്ള തീരദേശ മേഖല ഹെറിറ്റേജ് ടൂറിസത്തിനായി വികസിപ്പിക്കും. ഡ്രഡ്ജിംഗ് നടത്തി തലായി തുറമുഖം ശരിയായ നിലയിൽ പ്രവർത്തിപ്പിക്കുന്നതിനും ഫിംഗർ പോർട്ടൽ ബോട്ടുകൾ അടുപ്പിക്കുന്നതിനും അവിടെ ഹോൾസെയിൽ മാർക്കറ്റ് പ്രവർത്തിപ്പിക്കുന്നതിനും നടപടി സ്വീകരിക്കാനും സ്പീക്കർ AN ഷംസീർ നിർദ്ദേശിച്ചു. വ്യോമസേനയിൽ നിന്നും വിരമിച്ചവരുടെ വ്യക്തിഗത ഫയലുകൾ 5 വർഷത്തിൽ കൂടുതൽ സൂക്ഷിക്കേണ്ടതില്ല എന്ന നയത്തിന്റെ ഭാഗമായി ഫയലുകൾ ജൂലൈയിൽ മാറ്റി തുടങ്ങുമെന്ന് വ്യോമസേന റെക്കോർഡ്സ് വിഭാഗം അറിയിച്ചു. 2001 മുതൽ 2005 വരെ വിരമിച്ചവരുടെ കോടതി നടപടിയില്ലാത്ത വ്യക്തിഗത ഫയലുകളാണ് ആദ്യം നീക്കം ചെയ്യുന്നത്. ആർക്കെങ്കിലും വ്യക്തിഗത ഫയലുകൾ ആവശ്യമുണ്ടെങ്കിൽ നേരിട്ട് അധികൃതരെ സമീപിക്കാം. ലോക റേഡിയോ ദിനാചരണത്തിന്റെ ഭാഗമായി ഇന്ന് ആകാശവാണി തിരുവനന്തപുരം റിക്രിയേഷൻ ക്ലബ് പൂജപ്പുര ശ്രീ ചിത്തിര തിരുനാൾ ഓഡിറ്റോറിയത്തിൽ ശ്രോതാക്കളുടെ സംഗമം സംഘടിപ്പിച്ചു. ശ്രോതാക്കൾക്കായി പ്രസംഗ മത്സരം, ക്വിസ് മത്സരം തുടങ്ങിയവ സംഘടിപ്പിച്ചു. സംസ്ഥാനത്ത് ഇന്നും നാളെയും ഒറ്റപ്പെട്ടയിടങ്ങളിൽ സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഉയർന്ന ചൂട്, നിർജ്ജലീകരണം, സൂര്യാഘാതം എന്നിവയ്ക്ക് കാരണമാകുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. 38ാമത് ദേശീയ ഗെയിംസിലെ മത്സര ഇനങ്ങൾ ഇന്ന് സമാപിക്കും. നാളെ ഹൽദ്വാനി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് സമാപന ചടങ്ങുകൾ. വനിതകളുടെ 500 മീറ്റർ K4 കാനൻ കയാക്കിംഗിൽ കേരളം ഇന്ന് വെങ്കലം നേടി. നിലവിൽ 14ാം സ്ഥാനത്താണ് കേരളം. സർവീസസ് ആണ് 1ാം സ്ഥാനത്ത്. മഹാരാഷ്ട്ര 2ാം സ്ഥാനത്താണ്. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഇന്ന് ജംഷഡ്പൂർ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡുമായി ഏറ്റുമുട്ടും. JRD ടാറ്റ സ്പോർട്സ് കോംപ്ലക്സ് സ്റ്റേഡിയത്തിൽ രാത്രി 7:30-നാണ് മത്സരം. കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലുണ്ടായ വീഴ്ചയെ തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന തൃക്കാക്കര MLA ഉമാ തോമസ് ആശുപത്രി വിട്ടു. കഴിഞ്ഞ 46 ദിവസത്തോളം ആയി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. നിശാഗന്ധി നൃത്തോത്സവത്തിന് നാളെ തിരശ്ശീല ഉയരും. കനകക്കുന്ന് കൊട്ടാരം ഗ്രൌണ്ടിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന നൃത്തോത്സവം മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടന ചടങ്ങിൽ പ്രമുഖ കഥക് വിദഗ്ധൻ പണ്ഡിറ്റ് രാജേന്ദ്ര ഗംഗാനിക്ക് മന്ത്രി നിശാഗന്ധി പുരസ്കാരം സമ്മാനിക്കും. പകുതി വിലയ്ക്ക് ഇരുചക്ര വാഹനങ്ങളും ഗൃഹോപകരണങ്ങളും വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ സംഭവത്തെക്കുറിച്ച് കണ്ണൂരിൽ പോലീസ് പരാതി സ്വീകരിക്കുന്നില്ല എന്ന് തട്ടിപ്പിന് ഇരയായവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് തിങ്കളാഴ്ച കണ്ണൂർ സിറ്റി കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യപാദം പൂർത്തിയാക്കി ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. കേന്ദ്ര ബജറ്റിന്മേലുള്ള ചർച്ചയ്ക്ക് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് രാജ്യസഭയിൽ മറുപടി നൽകി. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നടപടികൾ വേഗത്തിലാക്കി നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. അടുത്ത മാസം 3-ന് സഭ വീണ്ടും സമ്മേളിക്കും. സംസ്ഥാനത്ത് റോഡ് അപകടങ്ങൾ മൂലമുണ്ടാകുന്ന മരണനിരക്ക് കുറഞ്ഞതായി ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. സംസ്ഥാനത്ത് ഇന്നും നാളെയും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. 38ാമത് ദേശീയ ഗെയിംസിന് നാളെ സമാപനം. ISL ഫുട്ബോളിൽ ഇന്ന് ജംഷഡ്പൂർ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.